അപ്പം ഇതിൽ എന്താണ് കോളേജുകളിലൊക്കെ ധാരാളം ഇത്തരത്തിൽ വരുന്നു. അത് എന്തെങ്കിലും പുതിയ നടപടികൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധപൂർണിമ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷമെല്ലാം നടത്തിയിരുന്നു. NSS, NCC സംവിധാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആസാദ് സേന രൂപീകരിച്ചിരുന്നു, ഏജൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ എഗൻസ്റ്റ് ഡ്രഗ്സ്. ഈ വർഷമാണെങ്കിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രത്യേക ധനസഹായത്തോടു കൂടി അത് കൂടുതൽ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. NSS ഇതിനകം തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിലൊരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ IHRD ലഹരി ഉപഭോഗത്തിനെതിരെ സ്നേഹത്തോൺ എന്ന് പറഞ്ഞ് ഒരു വാക്കത്തോൺ പരിപാടി എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളും കൂടുതലായിട്ട് പൊതുസമൂഹത്തിൽ അലസരായി നടക്കുന്ന യുവാക്കളാണ് ലഹരി ഉപഭോഗത്തിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, അതൊരു ആഗോള മാഫിയയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ഒരു വലയാണ് യഥാർത്ഥത്തിൽ അത് അതിർത്തി കടന്ന് കേരളത്തിലും വളരെ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉത്കണ്ഠാപൂർവം കാണണം. അതിനു വേണ്ടുന്ന ശക്തമായ പ്രതിരോധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ 30-ാം തീയതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപന മേധാവികളടക്കം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സമൂഹത്തിൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ ബോധവൽക്കരണവും ക്യാമ്പയിനും കൊണ്ടൊക്കെ ഇനി കാര്യമുണ്ടോ? ഈ ഉന്നത വിദ്യാഭ്യാസ, അതായത് സർവകലാശാലകളും കോളേജുകളും കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ ലഹരിയുടെ വ്യാപനം ഏറ്റവും കൂടുതലായി കാണുന്നത്. അതിന് പല വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളും ഏറ്റവും കൂടുതലായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊന്നുമല്ല, പൊതുസമൂഹത്തിൽ വളരെ സജീവമായിട്ട് അലസരായിട്ട് തൊഴിൽ രഹിതരായിട്ട് നടക്കുന്ന ആളുകൾ എളുപ്പത്തിൽ പണം കിട്ടുക. ഇത് പറയുമ്പോൾ ഈ ആഗോളവൽക്കരണ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന മൂല്യച്യുതിയുണ്ട് വലിയ രീതിയിൽ. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗം ഏതാണ് എന്ന് അന്വേഷിക്കാൻ മനുഷ്യർ ആരംഭിക്കുകയാണ്. തന്നെയല്ല, ജീവിത വിജയത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോക്ക്, അതല്ലെങ്കിൽ ചില ജീവിത വിജയത്തിൻ്റെ പ്രസ്റ്റീജിൻ്റെ അടയാളമായ ചില ആഡംബര കാപട്യങ്ങളിലേക്ക് എത്തിച്ചേരുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു യുവജനതയാണ് ഈ മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്നത്. അതിനെ കൂട്ടായിട്ടാണ് സമൂഹം അഭിസംബോധന ചെയ്യേണ്ടത്. സർക്കാർ അതിന് തീർച്ചയായും നേതൃത്വം നൽകും. അപ്പോൾ വിപണി കേന്ദ്രിതമായിട്ടുള്ള, കമ്പോള കേന്ദ്രിതമായിട്ടുള്ള ഉപഭോഗ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള സാംസ്കാരിക ധാരകൾ വലിയ രീതിയിൽ നമ്മളെ പ്രയാസത്തിലാക്കുന്നുണ്ട്. അതുപോലെ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ വിതച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരു വൈരാഗ്യത്തിൻ്റെ അന്തരീക്ഷം സമൂഹത്തിലുണ്ടാക്കുന്ന ശക്തികളും നമ്മുടെ കേരളത്തിൽ പതുക്കെ പതുക്കെ തലപൊക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഹിംസാത്മകതയുടെ അന്തരീക്ഷമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ എതിരായിട്ട് വളരെ പ്രാദേശിക തലത്തിൽ തന്നെ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഇടപെടുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിനുള്ള വിവിധങ്ങളായ സംവിധാനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഹരി ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേർക്കൂട്ടം, ശ്രദ്ധ തുടങ്ങിയ സമിതികളൊക്കെ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ തന്നെ പ്രിൻസിപ്പൽ ആ വിവരം മനസ്സിലാക്കി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ വളരെ ജാഗ്രതാപൂർവം തന്നെ എല്ലാവരോടും ഈ കാര്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഇതിനകം വിവരം നൽകിയിട്ടുണ്ട്. എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പസുകളിലൊക്കെ സജീവമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സ്ഥാപന മേധാവികൾ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ നേരത്തെ ഇല്ലാത്ത രീതിയിൽ മയക്കുമരുന്ന് വിൽപ്പന അടക്കം ഇപ്പം പിടിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പം ഹോസ്റ്റലുകളിൽ സ്ട്രിക്ട്നെസ് പണ്ടേ കുറവാണ്. അപ്പോൾ അതിൽ ഒരു സ്ട്രിക്ട്നെസിൻ്റെ ആവശ്യമുണ്ടോ? ഹോസ്റ്റലുകളിൽ വാർഡന്മാർ അധ്യക്ഷനായിക്കൊണ്ട് ശ്രദ്ധ എന്ന പേരിലൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് 2 വർഷം മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ സ്ഥാപന തലത്തിലും ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തിൽ ഈ മാഫിയയുടെ ഭാഗമായിട്ട് വരുന്ന സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആളുകളിൽ നിന്ന് രക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇപ്പോൾ ആസാദ് സേന രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഈ സഹപാഠികൾക്കാണ് ഏറ്റവും പെട്ടെന്ന് ഇത്തരം പ്രവണതകൾക്ക് അടിപ്പെടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ പ്രത്യേകമായ പരിശീലനം നൽകി തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും മിടുക്കരായ സന്നദ്ധ വോളണ്ടിയേഴ്സാണ് ആസാദ് സേനയുടെ ഭാഗമാകുന്നത്. അതിലൂടെ ഈ സഹപാഠികൾ ഇത് ഉപയോഗിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് പിയർ എഡ്യൂക്കേഷനിലൂടെ മാനസാന്തരം വരുത്തി അവരെ സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ചുമതല. അതോടൊപ്പം സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഇതിലൂടെ സാധ്യമാകും. സഹപാഠികളാകുമ്പോൾ അവർക്ക് അന്വേഷിച്ച് എവിടെ നിന്നാണ് ഈ സോഴ്സ് എന്ന് തിരിച്ചറിഞ്ഞ് രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്ത് തന്നെ പോലീസിനെയും എക്സൈസിനെയും ഒക്കെ അറിയിക്കാനും സാധിക്കും. മറ്റൊരു കാര്യം, എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഇപ്പം പ്രവർത്തനം തുടങ്ങി. പക്ഷേ അതൊരു പേരിന് മാത്രമുള്ളതാണ്. നമ്മൾ നേരത്തെ വിഭാവനം ചെയ്ത പോലെ അവരെ പുനരധിവസിപ്പിക്കാൻ അടക്കമുള്ള കാര്യം പുനരധിവസിപ്പിക്കാൻ അതിൻ്റെ 2ാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഇന്ന് വെച്ചിട്ടുണ്ട്. 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് തെറാപ്പി സൗകര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2ാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഇന്നിവിടെ നടക്കും. അത് ഉടനെ ആരംഭിക്കും.